എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നത്, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ക്രൈസുള്ള ചെറുപ്പക്കാരുണ്ട്. പലതരത്തിലുള്ള ക്രൈസായിരിക്കും പലർക്കും. ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഓരോ കാര്യത്തിൽ വലിയ ക്രൈസ്, സിനിമയോടായിരിക്കും, സംഗീതത്തോടായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളോട്. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ജോമോൻ എന്നാണ് പേര്. കയ്പമംഗലം സ്വദേശിയാണ്. ഇപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുമ്പോൾ ആൾ നല്ല സുമുഖനായ ആൾ, ഒരു പ്രശ്നമില്ല എന്നല്ല നിങ്ങൾക്ക് തോന്നണേ. എന്നാൽ അങ്ങനെയല്ല. കണ്ട, അദ്ദേഹത്തിന് കഴിഞ്ഞ ഒക്ടോബർ 19 2024 കയ്പമംഗലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ്. നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ഉണ്ടല്ലോ, അവർ ആക്സിഡൻറ്റിൽ പെട്ട അതേ സ്പോട്ട് തന്നെയാണ് നമ്മുടെ ജോമോനും ആക്സിഡൻറ്റിൽ പെട്ടത്. ഒരു പട്ടി വട്ടം ചാടിയതാണ്. വണ്ടി സ്കിഡായി മറിഞ്ഞു, സ്പൈനലിന് ക്ഷതമേറ്റു. പിന്നെ അതിനെ തുടർന്ന് ട്രീറ്റ്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ ഇങ്ങനെ ഇരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ഇരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത്. ഞാൻ നമ്മളുടെ നോയൽ എന്ന് പറയുന്ന സിസ്റ്റർ വഴിയായിട്ടാണ് ഈ ജോമോനെ പരിചയപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്നത്തെ യുവാക്കൾക്ക് പലതിനോടാണ് ക്രൈസ്. ജോമോന് ക്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തമാക്കിയ സംഭവം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച സംഭവം, അത് മറ്റുള്ളവർക്ക് കൈമാറാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ആ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളിങ്ങനെ കുറേ നാളത്തേക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന സംഗതി, അത് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ക്രൈസ്. ജോമോൻ അത്തരത്തിലുള്ളൊരു ക്രൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ജോമോൻ ചെറുപ്പം മുതലേ മുടി വളർത്തിയിരുന്നു. എന്ന് വെച്ചാൽ മുടി വളർത്താന്ന് പറഞ്ഞൊരു ക്രൈസാണ് ഈ കാലഘട്ടത്തിൽ. ആളുടെ തലമുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം നല്ല നീട്ടമുള്ള മുടിയാണ് ഒരു ക്രൈസായിട്ട് വളർത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജോമോൻ ആ തലമുടി, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തലമുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിലായിട്ട് കൂടി ജോമോൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള യുവാക്കളുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഹെയർ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉടനെ എത്തിച്ചേരും. അപ്പോൾ അതിക്ക് മുൻപ് നമുക്ക് ജോമോനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ വീട് കയ്പമംഗലം കാളമുറി. ആ വീട്ടിലെ അമ്മ, അപ്പൻ, ചേട്ടൻ. ജോമോൻ എന്താ ചെയ്യണേ? ഞാൻ +2 കഴിഞ്ഞ് ഡിപ്ലോമ മെക്കാനിക് പഠിച്ച് അത് കഴിഞ്ഞ് കുറച്ചാൾ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ കാറ്ററിംഗ് ഫീൽഡായിരുന്നു ഇവിടെ നാട്ടിൽ. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വിസയും കാര്യങ്ങളൊക്കെ റെഡി ആയി. ഞാൻ നെതർലൻഡിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ വിസയുടെ ഡേറ്റ് വരുന്ന 22-ാം തീയതി ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ ആക്സിഡന്റ് പറ്റിയത് 19-ാം തീയതിയാണ്. അയ്യോ. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? അന്ന് ഞങ്ങൾ പള്ളിയിലൊരു ഫംഗ്ഷനാണ്. പിറ്റേ ദിവസം സൺഡേ കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളി, നമ്മുടെ ചർച്ച്. അപ്പോൾ അവിടെ നമുക്കൊരു പരിപാടിയായിരുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കാറ്ററിങ്ങിൻ്റെ ബേസിൽ ഞാൻ തന്നെ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ തലേ ദിവസം കാര്യങ്ങളും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10 മണി 10:30 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന 2 പേര്, അവന്മാരും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ വണ്ടിയുമ്പോൾ പോയി 2 പേര്, ഞാനതുപോലെ ബാക്കിൽ തന്നെ ഒറ്റയ്ക്ക് വണ്ടി വരെയായിരുന്നു. അപ്പോഴാണ് ഈ പട്ടിയോട്ടം ചാടി ഞാൻ തെറിച്ച് വീണ്. അപ്പോൾ എന്നെ ബാക്കിൽ അവർ കാണാണ്ടായപ്പോഴാണ് അവർ ഫ്രണ്ട്സ് വന്ന് വളച്ച് വന്ന് എന്നെ നോക്കി എന്നെ അവിടെ നിന്നിട്ട് പിന്നെ ആശുപത്രിക്ക് എത്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓ, അത് ശരി. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ അപകടം കാരണം നഷ്ടപ്പെട്ട് പോയത്. അതെ, അതിൽ വലിയ നിരാശയുണ്ട്. നിരാശ ചിലപ്പോഴായിരിക്കും ഇതിൽ നിന്നുള്ളതായിരിക്കും ഞാൻ അടുത്തത്. ഇപ്പൊ ഈ മുടി വളർത്തി തുടങ്ങിയത് എന്നോട്ട്? ഞാൻ ഒരു 2 കൊല്ലം മേലെ ഇപ്പൊ മുടി വളർത്തിയിട്ട്. 2 കൊല്ലമായിട്ട് മുടി വളർത്താനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല. ആദ്യം മുടി വളർത്തിയിട്ട് ഞാൻ ഇങ്ങനെ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പനായി 2 പേരും വെട്ടാൻ പറയും. പിന്നെ അങ്ങനെ ആ ഒരു അവസരം എന്നെ പ്രഷർ ചെയ്ത് ആ മുടി ഞാൻ വെട്ടി കളഞ്ഞു. പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി. അപ്പം എനിക്കിങ്ങനെ പിന്നെ മുടി വളർത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊടുക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ചോദിക്കണവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, വെട്ടണില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുഷ് ചെയ്യായിരുന്നു. ഞാൻ പറയില്ല, ഞാൻ വെട്ടണില്ല, അങ്ങനെ ക്യാൻസർ പേഷ്യന്റുകൾക്ക് കൊടുക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഉറച്ച തീരുമാനത്തിൽ തന്നെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. അത് കൊടുക്കാൻ തന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ഈ മുടി വെട്ടാനായിട്ടൊരു സാഹചര്യമില്ല. ഇപ്പോൾ എവിടേക്കെങ്കിലും പോകണം, പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനായാലും വെട്ടേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ വെട്ടിക്കൊടുക്കുന്നുള്ള തീർച്ചയായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് എനിക്കിപ്പോ ഈ മുടി ഇപ്പൊ വെട്ടിക്കൊടുക്കണം. കാരണം നമുക്ക് ആക്കെടുക്കുമ്പോൾ നമുക്കിത് കെയർ ചെയ്യാൻ പറ്റണില്ല. ഒരുപാട് മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം. വെറുതെ നശിച്ചു പോകണതിലും ഭേദം നമുക്ക് അതിനെ മുന്നേ അത് വെട്ടിക്കൊടുക്കാന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ മാറി റെഡിയാക്കി. ഇത്രയും നീളത്തില് മുടി ആദ്യം വെട്ടിയപ്പോ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ആദ്യം എന്റെ ഒരു ഈ ഇയറിന്റെ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഏകദേശം ഷോൾഡറും കഴിഞ്ഞു. മുടി മുറിക്കുന്നതിൽ വിഷമില്ല. അല്ല, ഇപ്പൊ ഇങ്ങനെ കൊടുക്കണേനൊരു നല്ല കാര്യല്ലേ, അല്ലാണ്ട് വെറുതെ നമ്മ കളയല്ലല്ലോ. മുറിച്ചു കഴിഞ്ഞിട്ടും ഇല്ല, വളർത്താൻ തീരുമാനം ഇല്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെ വളർത്താൻ ഒരു ഇത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ വളർത്തി ചെയ്യൂ തന്നെ, നശിപ്പിച്ച് കളയില്ല എന്തായാലും. അല്ല, മുടി വളർത്തുന്നവർക്കൊക്കെ അതൊരു ഇത് നല്ല പ്രയോജനം. അവർക്ക് ഇപ്പൊ ഈ പ്രായത്തിൽ ചിലപ്പോൾ മുടി വളർത്തുന്ന കാര്യം. പക്ഷെ വെട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉപകാരപ്പെടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് വെറുതെ വെട്ടി നമ്മ കളയരുത്. ഉപകാരപ്പെടുന്നവർക്ക് എന്ത് കാര്യമായാലും ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമല്ല.
നമ്മൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണ്, AKPA എന്ന സംഘടനയിലാണ്. AKPA സംഘടന എന്നും ഒരു ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ചാലക്കുടി മേഖലയിലെ കൊരട്ടി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് സജീവ്. അപ്പോൾ വരുന്ന 8-ാം തീയതി ചൊവ്വാഴ്ച അമല ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചിട്ട് അവിടെ ഉള്ള ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നൊരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ജോമോനെ ഒന്ന് പരിചയപ്പെടുന്നത്. ഇത് ജോമോൻ, അദ്ദേഹം കയ്പമംഗലം സ്വദേശിയാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വയ്യാതിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് ആ പ്രിയപ്പെട്ട മുടി ക്യാൻസർ രോഗികൾക്കായിട്ട് നൽകാനുള്ള ഒരു മനസ്സ് കാണിച്ചത് നമ്മളൊരും കാണാതെ പോകരുത്. നിങ്ങൾക്കും ഈ ഉദ്യമത്തിലേക്ക് പങ്കാളികളാവാം. വരുന്ന ചൊവ്വാഴ്ചയാണ് കൊരട്ടി പള്ളിയുടെ മരിയൻ ഹാളിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇത് നമ്മുടെ സജീവേട്ടൻ AKPA കൊരട്ടി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അറിയിൽ നിൽക്കുന്ന ചേച്ചി ബ്യൂട്ടീഷ്യനാണ്. തൊട്ട് താഴെ നമ്മുടെ ജോമൻ നിൽക്കുന്നു. അപ്പോൾ ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുടി അങ്ങനെ അദ്ദേഹം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നമ്മുടെ സജീവേട്ടന് നൽകി കഴിഞ്ഞു. AKPA കൊരട്ടി യൂണിറ്റ് നൽകുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയാണ് 8-ാം തീയതി ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത് നമ്മുടെ കൊരട്ടി മരിയൻ ഹാളിൽ വെച്ച്. നിങ്ങളിതിൽ പങ്കാളികളാവണം. ജോമോന് സാധിക്കുമെങ്കിൽ ഈ അവസ്ഥയിലും ഈ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും ജോമോന് ഇങ്ങനത്തെ ഒരു നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നന്മയിൽ പങ്കാളികളായിക്കൂടാ? നന്ദി, നമസ്കാരം.